റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം ഇറാന് നൽകി. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തവിട് പൊടിയാക്കുന്ന പ്രവൃത്തി ഇറാൻ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ യുദ്ധ രീതി എന്ന് പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ അപ്പപ്പം തന്നെ നടക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അത് ഫെബ്രുവരി 28 ശേഷം കാണുന്ന കാഴ്ചകൾ അതിഭീകരവും അതികഠിനവും ഭയാനകരവുമാണ്. അതിലെല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഇപ്പോഴും ലോകം അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറഞ്ഞ ഭാഗം മാത്രമാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖംനായി അടക്കമുള്ള ഉന്നതരെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തുന്നത്. അതോടുകൂടി റൂട്ട് മാറിയാണ് ഇറാൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അതിനെ വെച്ചുകൊണ്ട് അവരിപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയത് അതിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന്. രക്തത്തിന് പ്രതികാരം ചെയ്യാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ചുരുക്കം. അമേരിക്ക എവിടെ നിർത്തുന്ന സമയത്ത് ഇറാൻ അത് അംഗീകരിക്കുന്നു. അമേരിക്ക പോരിനിറങ്ങിയാലോ ഇറാൻ പോരിനിറങ്ങുന്നു. ഓർമുസിൽ എന്തെങ്കിലും പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കുന്നു. ഓർമുസിൽ പോരാട്ടമാണ് അമേരിക്ക ചെയ്യുന്നതെങ്കിൽ സമാനമായ രീതിയിലുള്ള തിരിച്ചടി നൽകുന്നു. ഈ തരത്തിൽ പകരത്തിന് പകരമായ രീതിയിലാണ് അമേരിക്കയും ഇറാനും യുദ്ധമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. ഈ വിമാനം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡൂംസ്ഡേ വിമാനം എന്ന് പറഞ്ഞ പറക്കുന്ന കമാൻഡർ വിമാനം എന്നാണ് പറയപ്പെടുന്നത്. ആണവായുധ ആക്രമണ സമയത്ത് പോലും കമാൻഡിംഗ് സംവിധാനത്തെ ആകാശത്ത് വെച്ച് നിയന്ത്രിക്കാൻ ഇതിന് സാധിക്കുന്നു. ടപ്ലേവ് TV-214PU എന്നാണ് ഈ വിമാനത്തിനെ അറിയപ്പെടുന്നത്. കമാൻഡിംഗ് വിമാന പവറുള്ള ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വിമാനങ്ങളിൽ ഒന്നായിട്ട് റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം അറിയപ്പെടുന്നു എന്ന് ചുരുക്കം. നമുക്കതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സർക്കാർ സൈനിക മേധാവികൾക്ക് ആകാശത്ത് നിന്ന് സംരക്ഷിതമായിരിക്കുന്ന നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതീവ സുരക്ഷിതമായ സാറ്റലൈറ്റ് എൻക്രിപ്റ്റ് ചെയ്ത് ആശയവിനിമയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഭൂമിയിലെ കമാൻഡ് കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമായാലും സൈനിക ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംവിധാനം ഇതിൽ പ്രവർത്തിക്കുന്നു. വലിയ പ്രതിസന്ധികൾ, യുദ്ധ സാഹചര്യങ്ങൾ എന്നിവയിൽ ഉയർന്ന തല ഉദ്യോഗസ്ഥരുടെ യാത്രയ്ക്ക് കമാൻഡിംഗ് നിയന്ത്രണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വിമാനം കൂടിയാണ്. ഈ വിമാനം തെഹ്റാനിൽ അടിയന്തരമായിരിക്കുന്ന ഈ ട്രാക്കിംഗ് സംവിധാനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു തലത്തിലേക്കുള്ള യുദ്ധം ഈ യുദ്ധവിമാനം വഴി യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമാണ് വരുന്നത്. ഇപ്പം നമ്മൾക്ക് ലോക യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തുന്നത് എന്ന് ചുരുക്കി പറയാൻ വേണ്ടി പറ്റും. അടിക്കടി അപ്പപ്പോൾ ചെയ്യുന്ന ഈ ആക്രമണത്തിന് അപ്പപ്പോൾ തന്നെ തിരിച്ചടി നൽകുന്നു. അതിന് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. അതിലാണ് അമേരിക്ക പതറിപ്പോകുന്നത്. ഓർമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വളരെ നിർണായകമായിരിക്കുന്ന കാര്യമായിട്ട് അമേരിക്ക പറയുന്നത്. അതിന് നിയന്ത്രണം അമേരിക്ക കിട്ടണം. ഒരു അന്താരാഷ്ട്ര പാത എന്ന തലത്തിൽ അതിന് ഇറാന് യാതൊരു അവകാശവുമില്ല എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ പൂർണ്ണമായിരിക്കുന്ന തങ്ങളുടെ രാജ്യാതിർത്തി പങ്കിടുന്ന കടൽ തങ്ങളുടെ ഭാഗം തന്നെയാണ്. അത് തങ്ങളുടെ കരഭൂമിക്ക് തങ്ങൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു, സമാനമായ രീതിയിലുള്ള പ്രാധാന്യം തന്നെയാണ് കടൽ ഭൂമിക്കും നൽകുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ട് അത് വിട്ട് കളിക്കുന്ന ഒരു പ്രവൃത്തിയുമില്ല. അതിലൂടെ തന്നെയാണ് തങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറഞ്ഞാൽ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇത് അന്താരാഷ്ട്ര പാതയായിരുന്നു. അതിലൂടെ കപ്പൽ വരുന്നതോ പോകുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയത്തിലും ഇറാൻ ഇടപെടാറില്ല. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പിന്നീട് ഇറാൻ നടത്തിയിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ നേർക്കുനേരെയുള്ള പോരാട്ടമല്ല ഇറാൻ നടത്തിയിരിക്കുന്നത്. പകരം ബുദ്ധിപരമായ രീതിയിലും ഇത്തരം കുടുസായിരിക്കുന്ന രീതി കൊണ്ട് എത്രത്തോളം തങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നതായിരുന്നു ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതോടുകൂടിയിട്ട് അവർ ചുങ്കം ചുമത്തുന്നു, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു, ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. അതിന് പകരമായ രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുന്നു. ഈ തരത്തിൽ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ ഇതിനൊരു പരിഹാരം പല ഘട്ടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറുകളൊക്കെ എല്ലാ ഘട്ടത്തിലും അമേരിക്ക തന്നെ ലംഘിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റൂട്ട് പാതയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ദോഹയിൽ അവസാനിച്ചിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിൽ വരാൻ പോകുന്ന 2 മാസം പൂർണ്ണമായ രീതിയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു. 2 രാജ്യം തമ്മിലാണ് പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമുസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഈ 2 മാസത്തേക്ക് ഇറാന് നൽകുന്നു. പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ളതാണ്. അതിലാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിരിക്കുന്ന
കാര്യങ്ങൾ ഊന്നിയത്. പിന്നീട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോർമുസ് കടലിലാണ് പ്രാധാന്യം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചവർക്ക് താല്പര്യമില്ലാത്ത കേസാണ്. ചരിത്രത്തിൽ അവരുടെ കഥകൾ വായിക്കുന്ന സമയത്ത് ചതിയുടെയൊക്കെയും വഞ്ചനയുടെയും കഥകൾ തന്നെ, അല്ലെ കരാർ ലംഘനത്തിൻ്റെ കഥകൾ മാത്രമേ നമുക്ക് കൂടുതൽ കേൾക്കാൻ തന്നെ പറ്റൂ. അത് ഇസ്രായേലും അങ്ങനെയാണ്, അമേരിക്ക അങ്ങനെയാണ് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഇവിടെ നടത്തിയിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഹോർമുസിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അവർ സജീവമായിരിക്കുന്നു, അവർ മശൂലാണ്, അതുകൊണ്ട് ഇതിൽ ഇടപെടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ അമേരിക്ക എന്ത് ചെയ്യുന്നു, ഒമാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമാന്തര കപ്പൽപാത ഉണ്ടാക്കും. ആ വിഷയമാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് ചുരുക്കം. അതുമായി ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ട്. ഒമാൻ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അധികാരവുമില്ല എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഏതായിരുന്നാലും ആ പ്രതിസന്ധി പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പല വിഷയങ്ങളും ഒരു ഇറാൻ്റെ വിഷയം തന്നെ ആയിട്ടല്ല കണക്കാക്കേണ്ടത്. അതിൽ ചൈനയ്ക്കും റഷ്യക്കും കൃത്യമായ പങ്കുണ്ട്. നമ്മൾ പറയാം ഡ്യൂംസ്ഡേ വിമാനം ഇറാന് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മറ്റ് ലോകത്തിലെ ഒരു സൗഹൃദ രാജ്യത്തിനും നൽകാത്ത വിമാനമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും വലിയ ഫെസിലിറ്റികൾ ഉണ്ടാവും. ആണവായുധം നടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ മേൽക്കൂടെ പോലും ഈ വിമാനത്തിന് പറക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് അതിന് നിർമ്മിതികൾ പൂർത്തീകരിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ റഷ്യ പോലെ സമ്പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ ഇറാൻ ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഉക്രൈന് സഹായിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളത് പല ഘട്ടങ്ങളിലായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പറയാതെ പറയുന്നുണ്ട്, സൂചന നൽകിയിട്ട് പറയുന്നുണ്ട്. യൂറോപ്യന്മാർക്ക് തങ്ങളെങ്ങനെയാണ് ശത്രുക്കളായത്, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് തങ്ങളുടെ പ്രശ്നം, അത് ഉക്രൈൻ ബന്ധപ്പെട്ട മാത്രം പ്രശ്നമാണ്, മറ്റു ലോക രാജ്യങ്ങൾ ഇതിൽ ഇടപെടരുത് എന്ന അഭിപ്രായം കൂടി പറഞ്ഞിരുന്നു. അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയിലൂടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. പലതരത്തിലും പല ഘട്ടങ്ങളിലും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഹോർമുസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതോടുകൂടി ഇറാൻ യുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 8-ാം തീയതി. 8-ാം തീയതിക്ക് എന്താ പ്രത്യേകത? 9-ാം തീയതിയാണ് ആയത്തുള്ള അലി ഖംനായിയെ മസ്ഹദിൽ അടക്കം ചെയ്യേണ്ടത്. 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബോഡി ഉള്ളത് എവിടെയാണ്? ഇറാഖിലാണ്. ഇറാഖിൽ നിന്ന് ഇറാനിൽ എത്തിച്ചിട്ട് വേണം ഈ പ്രവൃത്തി ചെയ്യാൻ. അപ്പോൾ ഇവിടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാവില്ല എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം പോലും ഇല്ല. ചെയ്ത പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ ഹോർമുസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്താലും തങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പെട്ടുപോകുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ കാരണത്താലാണ് ലോകത്താകമാനമുള്ള പെട്രോളിയത്തിൻ്റെ വില വർദ്ധിച്ചത്. ആ പെട്രോളിയത്തിന് വില വർദ്ധിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ല വിഷയം എന്ന് പറഞ്ഞാൽ, മറ്റെല്ലാ സാധനത്തിനും വല്ലാതെ വൈകാതെ വില വർദ്ധിക്കും. ഒരു പെട്രോളിന് ലിറ്ററിന് 10 രൂപയോ 25 രൂപയോ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 50 രൂപ കൂടുകയാണെങ്കിൽ ആ രൂപയിൽ അത് അവസാനിച്ചു. എന്നാൽ ഈ 50 രൂപ പെട്രോളിയത്തിന് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ 10 രൂപ പെട്രോളിന് കൂടുന്ന സമയത്ത് സമാനമായ രീതിയിലുള്ള മാറ്റങ്ങളും പ്രതിസന്ധികളും എവിടെ ഉണ്ടാകുന്നുണ്ട്? ബിസിനസ് രംഗത്തുണ്ടാവും, പ്രത്യേകിച്ച് സാധാരണക്കാരായിരിക്കുന്ന കച്ചവട രംഗത്ത്. അപ്പോൾ അവർക്ക് ഈ മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സാരമായിട്ട് ബാധിക്കുന്നവരാണ്. ബാധിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായിരുന്നാലും വിജയിക്കാത്തൊരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് ഇപ്പം നിലവിൽ അമേരിക്ക ഉള്ളത് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇതെവിടെ വിജയിക്കുന്നത്? എത്ര മാസമായി യുദ്ധം ചെയ്യുന്നത്? എന്നിട്ട് എന്താ ജയിക്കാത്തത്? അപ്പോൾ ജയിക്കാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇത്തരം പ്രവർത്തികൾ ഇറാൻ ചെയ്യുമെന്ന് ഒരിക്കലും അമേരിക്ക കണക്കൂട്ടിയില്ല. വളരെ കൃത്യതയോട് കൂടിയിട്ട് വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ലക്ഷ്യം കാണുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പ്രതിഫലനം ഇറാന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇറാൻ്റെ അധികാരത്തിൽ നിന്ന് ഹോർമുസ് ഒഴിഞ്ഞു പോയിട്ടില്ല. ഹോർമുസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണവും അതിൻ്റെ അധികാരവും ഇപ്പോഴും ഇറാൻ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു അവിടെ പ്രശ്നങ്ങളൊന്നും എല്ലാ കപ്പലുകൾക്കും പോകാമെന്നുള്ളത്. ഇറാൻ പറയുന്നു ഒറ്റ കപ്പലും പോകാൻ വേണ്ടി സാധിക്കില്ല, ഞങ്ങളുടെ സമ്മതമില്ലാതെ എന്ന് പറയുന്നു. അങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.